സമ്പത്ത്, അധികാരം, അതുപോലെ തന്നെ സ്ത്രീകൾ, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഇതൊക്കെ ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ ഒരു മനുഷ്യന് കാരണമാകുന്ന ശഹവാത്തുകളാണ്. വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബൽആം ബിൻ ബഅൂറ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹു വറവത്തുൽ അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിന, നമ്മുടെ മുഴുവൻ ആയത്തുകളും പഠിപ്പിച്ച ഒരു വ്യക്തി, ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഫൻസലഖ മിൻഹാ, ആൾ അതിൽ നിന്ന് ഊരിപ്പോയി. ഫഅത്ബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ, പിന്നെ ശൈത്താനിന്റെ ബാക്കിൽ കൂടി അവൻ അതിര് കവിഞ്ഞ അല്ലെങ്കിൽ തെറ്റിപ്പോയ മനുഷ്യനായി. ഈ ബൽആം ബിൻ ബഅൂറ എന്ന് പറഞ്ഞാൽ വേദക്കാരിൽപ്പെട്ട നല്ല പണ്ഡിതനായിരുന്നു. അയാൾക്ക് ഇസ്ലാമിനെ പറ്റിയൊക്കെ അറിയാം. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അധികാരവും അതുപോലെ തന്നെ അതിന്റെ സ്ഥാനവും കണ്ടിട്ട് മൂപ്പരെന്ത് ചെയ്തു? തെറ്റിപ്പോയി. ഫൻസലഖ മിൻഹാ, അതിൽ നിന്ന് ഒഴിവായി. എന്നിട്ട് അല്ലാഹു പറയാണ്, അയാൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം ഉദ്ദേശിച്ച ആ മനുഷ്യനെ ഉയർത്തുമായിരുന്നു. വലാകിന്നഹു അഖ്റദ ഫിൽ അർളി വത്തബഅ ഹവാ, പക്ഷെ അവൻ ഭൂമിയിലേക്ക് തന്നെ താഴുകയും അവന്റെ ഹവയെ അവൻ പിൻപറ്റുകയും ചെയ്തപ്പോൾ ഫമസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം ഒരു നായന്റെ ഉദാഹരണം പോലെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീനിൽ നിന്ന് ദുനിയാവിന്റെ നക്കാപ്പീച്ചയ്ക്ക് വേണ്ടി ഈ ദീൻ ഒഴിവാക്കിയിട്ട് അപ്പുറത്തേക്ക് ചാടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓന് പല കാരണങ്ങളുണ്ടാകാം. അവന്റെ ജോലി അങ്ങനെയുള്ള ആദർശം നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാനിപ്പോ അത് പറഞ്ഞാൽ എന്റെ ജോലി എടുത്തെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളെ കൂടെ നിന്നാൽ എന്ത് ചെയ്യും? നമ്മൾ തമ്മിൽ അമ്മോശാങ്കായിട്ട് തെറ്റേണ്ടി വരും. അതല്ലെങ്കിൽ എന്റെ ജോലി തിരക്കും, അല്ലെങ്കിൽ എന്റെ മഹലിനെ ഒറ്റപ്പെടും. ഇങ്ങനെയുള്ള ദുനിയവിയായ ഒരുപാട് ശഹവാത്തുകളുണ്ട്. ഈ ശഹവാത്തുകളെ കൊണ്ട് ദീനിന് എന്ത് ചെയ്യുക? മാറിക്കുക, തെറ്റിപ്പോവുക. ഇതെത്രയോ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.